സ്നേഹം നിറഞ്ഞ എല്ലാ സുഹൃത്തുക്കളെയും ഇന്നത്തെ കഥയിലേക്ക് ഒരുപാട് ഇഷ്ടത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. കഥ ആരംഭിക്കാം. അന്നാണെങ്കിൽ ലക്ഷ്മിയെ പെണ്ണ് കാണാൻ വന്ന ദിവസമായിരുന്നു. ലക്ഷ്മിക്കും അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും പയ്യനെ വളരെ ഇഷ്ടമായി. കാണാൻ നല്ല വെളുത്തു സുന്ദരനായ പയ്യൻ. പേര് രഞ്ജിത്ത്. പക്ഷെ ആളാണെങ്കിൽ ചോദിച്ചതിന് മാത്രം ഒരു ഉത്തരം എന്ന രീതിയിലാണ് സംസാരം. അതുമാത്രം ലക്ഷ്മിക്ക് വേറെ എന്തോ പന്തികേട് പോലെ തോന്നിയെങ്കിലും അവളുടെ കുടുംബത്തിനേക്കാൾ സാമ്പത്തിക നില ഒരുപടി മുന്നിലാണ് രഞ്ജിത്തിന്റെ കുടുംബം എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ലക്ഷ്മിയുടെ വീട്ടുകാരും പയ്യന്റെ മുഖഭാവവും നിശബ്ദതയും ഒന്നും കാര്യമാക്കിയില്ല. അല്ലെങ്കിലും അതൊക്കെ എങ്ങനെ കാര്യമാക്കാനാ? പയ്യന്റെ അച്ഛൻ ബാലചന്ദ്രൻ ഭയങ്കര സംസാരമായിരുന്നു. അയാളുടെ ആ തമാശ പറച്ചിലും അതെല്ലാം കേട്ട് എല്ലാവരും ചിരിച്ച് വേറെ ലോകത്തായിരുന്നു. രഞ്ജിത്തിന്റെ വീട്ടുകാർക്ക് പെട്ടെന്ന് തന്നെ ആ കല്യാണം നടത്തണമെന്നതായിരുന്നു. ലക്ഷ്മിയുടെ വീട്ടുകാർക്ക് അതിനോട് ശകലം വിയോജിപ്പുണ്ടായിരുന്നുവെങ്കിലും ഒടുവിൽ അവരും സമ്മതിച്ചു. അങ്ങനെയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. കല്യാണ ദിവസം കല്യാണ സാരിയിൽ ഒരുങ്ങി നിൽക്കുന്ന തന്റെ മരുമകളെ കണ്ട് അമ്മായിയപ്പൻ ബാലചന്ദ്രൻ ഒന്ന് നോക്കി. അയാൾ ഒരെണ്ണം ഗ്ലാസ്സിലൊഴിച്ചിട്ട് തന്റെ സുഹൃത്തായ വർഗീസിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എടാ വർഗീസേ, എന്റെ മരുമോളെ കണ്ടോ നീ? എന്തൊരു സുന്ദരിയാണെന്ന് നോക്കിക്കേടാ. ഞാൻ കണ്ടടോ ബാലചന്ദ്ര. എന്തോന്ന് കണ്ടടോ ബാലചന്ദ്ര? എടാ, നിന്റെ മരുമകളെക്കാളും സുന്ദരിയായ എന്റെ മരുമകൾ, കേട്ടോടാ എന്നും പറഞ്ഞ് അയാൾ വർഗീസിന്റെ മോന്തക്കിട്ട് ഒരു തേമ്പ് കൊടുത്തു. പിന്നെയാണെങ്കിൽ അവിടെ വഴക്കും ബഹളവും ഒക്കെയായി. എടോ, എന്താ ഇത്? എല്ലാവരും ഒന്ന് അടങ്ങടോ. ബാലചന്ദ്രന്റെ മറ്റൊരു സുഹൃത്ത് മാത്യൂസ് അവരെല്ലാവരെയും ഒന്ന് ഒതുക്കി നിർത്തി. എന്താടോ ബാലചന്ദ്ര ഇത്? എടോ മാത്യൂസേ, ഇയാളാ തുടങ്ങിയത്. ആ മതിയാക്ക് വർഗീസേ. എന്താടോ ബാലചന്ദ്ര, ഇത് തന്നോടൊക്കെ പറയണോ? ഞാൻ പറഞ്ഞതല്ലേ പലതവണ ഇങ്ങനെ കഴിക്കരുതെന്ന്. മതി മതി, എല്ലാവരും ഇങ്ങനെ കൂടെ നിൽക്കാതെ ചെന്നാട്ടെ, കല്യാണം നടക്കട്ടെ. അങ്ങനെ അതൊക്കെ കണ്ട് നിന്ന് നിൽക്കുമായിരുന്നു ലക്ഷ്മി. അവൾ രഞ്ജിത്തിനെ ഒന്ന് നോക്കി. ചേടാ, ഇവൻ ഒരു കുലുക്കവുമില്ലല്ലോ. സ്വന്തം അച്ഛൻ അവിടെ പ്രശ്നമുണ്ടാക്കിയിട്ട് ഒരു ഭാവവും വ്യത്യാസവും ഇല്ലാതെ നിൽപ്പാണല്ലോ ഇവൻ. എന്റെ ദൈവമേ, പണം നോക്കി കല്യാണം കഴിച്ച എനിക്ക് 8ന്റെ പണി കിട്ടുകയോ? അവൾ ചിന്തിച്ചു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ആദ്യ രാത്രി എത്തി. എല്ലാവരും ചേർന്ന് ലക്ഷ്മിയെ മുറിയിലേക്ക് തള്ളിവിട്ടു. അപ്പോൾ രഞ്ജിത്ത് കട്ടിലിൽ മുഖവും താഴ്ത്തി ഇരിപ്പായിരുന്നു. അവൻ അവളെ കണ്ടതും അവൻ മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി. പാൽ ഗ്ലാസ് അവൾ അവന് നേരെ നീട്ടി. ഏയ്, ഞാനിതൊന്നും കുടിക്കില്ല. ഓ ആണോ? എന്നാൽ പിന്നെ ഇതങ്ങ് ഞാൻ കുടിച്ചേക്കാം. വല്ലാത്ത ദാഹം എന്നും ചിന്തിച്ച് അവൾ അതങ്ങ് മുഴുവനായും കുടിച്ച് ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചു. ലക്ഷ്മി അവനെ ഒന്ന് നോക്കി. അവൻ അപ്പോഴും മുഖവും താഴ്ത്തി അങ്ങനെ ഇരിപ്പാണ്. ഷെടാ, ഈ പോങ്ങൻ എന്താ ഒരു തേങ്ങയും മിണ്ടാത്തത്? ഇനി നാണം കൊണ്ടായിരിക്കുമോ അതോ പരിചയക്കുറവ് കൊണ്ടായിരിക്കുമോ? എന്തായാലും കൊള്ളാം. എന്തായാലും കേറി ഒന്ന് മുട്ടി നോക്കാം. അവൾ അതും ചിന്തിച്ച് അവനെ നോക്കി. എന്താ രഞ്ജിത്തേട്ടാ, വയ്യായോ? ഏയ്, എനിക്കൊരു വയ്യായികയുമില്ല. പക്ഷേ അത്രയും പറഞ്ഞ് അവൻ നിർത്തി. എന്താന്നാ ഇവൻ ബാക്കി പറഞ്ഞു തൊലച്ചൂടെ എന്ന ഭാവത്തിൽ അവൾ അവിടെ തന്നെ നിന്നു. ഇവനൊന്നും മിണ്ടുന്നില്ലല്ലോ. ഇങ്ങനെ നിൽപ്പു തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. കാലാണെങ്കിൽ വേദനിക്കുന്നുമുണ്ട്. എന്തായാലും അവന്റെ അടുത്ത് ചെന്നിരിക്കാം. ചിലപ്പോ ബിരിയാണി വിളമ്പിയാലോ. കല്യാണത്തിന് മുൻപ് ഇവന്റെ ഫോട്ടോ കണ്ട അന്ന് തന്നെ കൂട്ടുകാർ പറഞ്ഞതായിരുന്നു, എടീ ഇവൻ ആള് ഒരു ക്ണാപ്പനാണെന്നാ തോന്നുന്നത്. നീ ക്ഷീണിച്ച് തളരത്തേ ഉള്ളൂ മോളെ, നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ചിന്തിച്ചപ്പോൾ അവൾക്ക് നാണം വന്നു. അങ്ങനെ അവൾ കട്ടിലിൽ അവന്റെ അടുത്ത് തന്നെ ചേർന്നിരുന്നു. അപ്പോൾ തന്നെ അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് അല്പം ഗ്യാപ്പിട്ടിരുന്നു. ഇതെന്തൊരു മനുഷ്യൻ? എന്താ ഇവന്റെ പ്രശ്നം? ഒരെണ്ണം പൊട്ടിച്ചങ്ങ് ചോദിച്ചാലോ എന്നൊക്കെ ചിന്തിച്ച് അവൾക്ക് ദേഷ്യം വന്നു. അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത്, അവൻ ഇടയ്ക്കിടെ വാച്ചിൽ സമയം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവൾ ക്ഷമ കെട്ട് ഉറക്കെ ചോദിച്ചു, എന്താ? അത് കേട്ട് അവൻ മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി. എന്താണെന്ന്? എന്താ ഇങ്ങനെ ഇടയ്ക്കിടെ സമയം നോക്കുന്നത് എന്നവൾ ചോദിച്ചു. 12 മണി ആവാറായി.
അവൻ പതിയെ മുഖം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, ആ അതിനെന്താ, നിന്നെ തൊട്ടിലിട്ട് താരാട്ടുപാടി ഉറക്കാനാണോ ഞാനെന്ന് ചോദിക്കാനാണ് അവൾക്ക് ആദ്യം തോന്നിയത്. എങ്കിലും അവൾ ദേഷ്യം മറച്ചു വെച്ച് സ്നേഹം നടിച്ചു ചോദിച്ചു, അതിനെന്താ, രഞ്ജിത്തേട്ടന് ഉറക്കം വരുന്നുണ്ടോ? ഏയ് ഇല്ല, ഞാനങ്ങനെ രാത്രി ഉറങ്ങാറില്ല, അവൻ പറഞ്ഞു. രാത്രി ഉറങ്ങാതിരിക്കാൻ നീ എന്താടാ പൊട്ടാ, മൂങ്ങയാണോ? അവൾ പിറുപിറുത്തു. അവൻ എന്താ എന്ന ഭാവത്തിൽ മൂളിക്കൊണ്ട് അവളെ ഒന്ന് നോക്കി. അല്ല, ഞാൻ പറഞ്ഞത് ഏട്ടന് ഇന്ന് രാത്രി ഉറങ്ങാൻ പറ്റില്ല എന്നാണോ? അത് പിന്നെ അങ്ങനെയാണല്ലോ ഏട്ടാ, നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞുമൊക്കെ ഇരിക്കാം. അവൾ നാണത്തോടെ ചിരിച്ചു. അതും പറഞ്ഞറിയാത്ത ഭാവത്തിൽ കൈ അവന്റെ കാലിലൊന്ന് വെച്ചു. അവൻ പെട്ടെന്ന് തന്നെ അവളുടെ കൈ എടുത്തു മാറ്റി. അവന്റെ കാല് ഒതുക്കി വെച്ചു. അത് കണ്ട് ലക്ഷ്മി വല്ലാതായി. ഓ സോറി സോറി ഏട്ടാ, അവൾ അതും പറഞ്ഞ് മുഖവും താഴ്ത്തിയിരുന്നു. ഹോ, സ്വന്തം ഭർത്താവിനെ തൊട്ടതിന് സോറി പറയേണ്ടി വന്ന ആദ്യത്തെ ഭാര്യ താൻ തന്നെ ആയിരിക്കും. നാശം. ഷോ, എന്നാലും ഇവൻ ഇത് എന്തോന്ന് മനുഷ്യനാണ്. പെട്ടെന്നാണ് ഒരു ഞെട്ടലോടെ അവൾ അത് ഓർത്തത്. അപ്പോ ഇനി ഇവൻ അതായിരിക്കുമോ? ഏയ് അല്ല. ഇനി ആയിരിക്കുമോ? സാധ്യതയില്ലാതില്ല. ഒന്ന് ടെസ്റ്റ് ചെയ്തു നോക്കാം. അതെ, ഏട്ടൻ ഏട്ടൻ സിനിമ കാണാറില്ലേ? അവളുടെ ചോദ്യം കേട്ട് അവനൊന്ന് മൂളുക മാത്രം ചെയ്തു. അപ്പോഴേ ചേട്ടാ, സിനിമാ നടിമാരെക്കാളും ഇഷ്ടം നടന്മാരെയാണോ ചേട്ടൻ ഇഷ്ടം? അവളുടെ ആ ചോദ്യം കേട്ടതും അവനാണെങ്കിൽ മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി. അവൾ വീണ്ടും തുടർന്നു, ഇപ്പോഴത്തെ ആ ന്യൂ ജനറേഷൻ നടന്മാരെയൊക്കെ എന്തൊരു സുന്ദരന്മാരാണല്ലേ. ഓ, നല്ല ക്യൂട്ട് പയ്യന്മാരാ. കാണുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തോന്നും അല്ലേ ഏട്ടാ? അതും ചോദിച്ച് അവൾ വീണ്ടും അവന്റെ കാലിൽ ചിത്രം വരച്ചു. ഷേ, എന്തൊരു കഷ്ടമായത് എന്നും പറഞ്ഞു പെട്ടെന്ന് അവൻ എഴുന്നേറ്റു. തന്റെ ചോദ്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നു? അപ്പോ അപ്പോ താൻ ഉദ്ദേശിച്ച ടൈപ്പ് അല്ലേ ഇവൻ? അവൾ ചിന്തിച്ചു. രഞ്ജിത്തേട്ടാ, ഞാൻ പറഞ്ഞത്. അവൾ അത്രയും പറഞ്ഞതും അവൻ കൈ ഉയർത്തി മതിയാക്ക് എന്ന ഭാവത്തിൽ. അവൾ മിണ്ടാതെ അവനെ തന്നെ നോക്കി. അവൻ ആ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇടയ്ക്കിടെ അവൻ വാച്ചിൽ സമയം നോക്കുന്നുണ്ടായിരുന്നു. അവൾ അവനെ തന്നെ നോക്കി. അവൻ ആകെ വിയർക്കുകയായിരുന്നു. അവിടെ AC ഓണായിട്ടും ഇവൻ എന്തായി വിയർക്കുന്നത്? മുഖമാകെ എന്തോ ചിന്തിച്ച് ടെൻഷൻ ഉള്ളത് പോലെയാണല്ലോ. ഒന്ന് ചോദിച്ചാലോ എന്താ കാര്യമെന്ന്? രഞ്ജുവേട്ടാ, അവൾ പതിയെ അങ്ങനെ വിളിച്ചു. അവൾ വിളിച്ചതും അവൻ ദേഷ്യത്തോടെ അവളെ തിരിഞ്ഞു നോക്കി. രഞ്ജിത്തിന്റെ കണ്ണുകൾ രണ്ടും ചെറുതായിട്ട് ചുവന്നിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. അവന്റെ മുഖമാകെ വിളറി വെളുത്തതുപോലെ ആകെ ഒരു വല്ലാത്ത പാവം. ലക്ഷ്മി ഒരു ഞെട്ടലോടെ കണ്ണു മിഴിച്ച് അവിടെ തന്നെ ഇരുന്നു. ദൈവമേ, ഇതെന്താണ് സംഭവിക്കുന്നത്? ഇവനിത് എന്തു പറ്റി? ഇവിടെ നിന്ന് എണീറ്റ് ഓടിയാലോ? എന്തോ പറയാനാ? മതി, എനിക്ക് ഇവന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല. ഇത് മതിയാക്കാം. ഇപ്പോൾ തന്നെ അമ്മയോടും അച്ഛനോടും കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. അവർ തന്നെ മനസ്സിലാക്കാതിരിക്കില്ല എന്നൊക്കെയുള്ള പല ചിന്തകളും അപ്പോൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. പെട്ടെന്ന് രഞ്ജിത്തിന്റെ ഭാവം മാറാൻ തുടങ്ങി. അവൻ എന്തോ വയ്യാത്തതുപോലെ അവിടെ തറയിൽ മുട്ടുകുത്തിയിരിക്കുന്നത് കണ്ട് അവൾ ഞെട്ടി. എന്തു പറ്റിയെന്ന് ചോദിച്ച് അവൾ വേഗം അവനെ താങ്ങിപ്പിടിച്ചു. അവൻ അവളെ തള്ളി മാറ്റി ദേഷ്യത്തോട് കട്ടിലിൽ കയറി അങ്ങോട്ട് തിരിഞ്ഞു കിടന്നു. അത് കണ്ട് ലക്ഷ്മിയുടെ കണ്ണ് നിറഞ്ഞു. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു തനിക്ക് തന്റെ ആദ്യ രാത്രിയെക്കുറിച്ച്. എല്ലാം നഷ്ടമായി. ഇങ്ങേരെന്താ ആണല്ലേ? ചിലർക്ക് അങ്ങനെയാണല്ലോ. ഭാര്യ എത്ര സൗന്ദര്യവതിയാണെങ്കിലും ചിലർക്ക് സ്വർഗത്തോടായിരിക്കും കൂടുതൽ താല്പര്യം. ഇതങ്ങനെ ഏതാണ്ടാണെന്നാണ് തോന്നുന്നത്. ഇനി താൻ എന്തു ചെയ്യും? ജീവിതകാലം മുഴുവൻ കന്യകയായിട്ട് നിൽക്കേണ്ടി വരുമല്ലോ. തന്റെ ഒരു വിധി, അല്ലാതെ എന്തു പറയാനാ? കട്ടിലിൽ നിന്ന് രഞ്ജിത്തിന്റെ കൂർക്കമ്മല് കേൾക്കാം. അവൻ ആദ്യ രാത്രിയായിട്ട് സുഖമായി ഉറങ്ങുകയാണ്. അവൾക്കാണെങ്കിൽ അവനെ കൊല്ലാനുള്ള ദേഷ്യം വന്നു. അപ്പോഴാണ് പുറത്തുനിന്ന് ജനലിലാരോ തട്ടുന്ന ശബ്ദം കേട്ടത്. അവൾ ചെന്ന് ജനൽ തുറന്നു നോക്കി. അമ്മായിയപ്പൻ ബാലചന്ദ്രൻ. എന്താച്ചാ? അവൾ ചോദിച്ചു. കുറച്ചു സമയം ഒന്നും മിണ്ടാതെ നിന്നേച്ച് ബാലചന്ദ്രൻ അവളോട് ചോദിച്ചു, അവൻ എന്തിയെന്നോ? ദോ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. മോൾ എന്നോട് ക്ഷമിക്കണം. ഒരു വിവാഹം കഴിച്ചാൽ മാറുമെന്ന് ഡോക്ടർ പറഞ്ഞു.
അതുകൊണ്ട് പറ്റിപ്പോയതാ. മോടെ ജീവിതവും കൂടി പോയി. സാരമില്ല, മോൾ ഇത് പുറത്ത് ആരോടും പറയരുത്. മോൾക്ക് എന്താഗ്രഹമുണ്ടെങ്കിലും അച്ഛനോട് തുറന്നു പറഞ്ഞാൽ മതി. ഒരു നാണക്കേടും വിചാരിക്കണ്ട. എന്താണെങ്കിലും ഈ അച്ഛൻ സാധിച്ചു തരും. അവൾക്കത് കേട്ടതും ഉള്ളിന്റെ ഉള്ളിൽ ഒരു കുളിര് കോരിയിട്ടതുപോലെ തോന്നി. അവൾക്ക് വളരെ സന്തോഷമായി. മതി, ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിയാം. ഇനിയിപ്പോൾ അല്ലാതെ എന്ത് ചെയ്യാനാ? അവൾ ഒന്നും മിണ്ടിയില്ല. അവൾ അമ്മായിയപ്പനെ നോക്കിയൊന്ന് ചിരിച്ചു. ആ ചിരിയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മായിയപ്പനും സന്തോഷമായി. മോൾ ജന്നലടച്ചേരെ, നമ്മൾക്ക് നാളെ തുടങ്ങി വെക്കാം. ഓക്കേ. ബാലചന്ദ്രൻ തിരിഞ്ഞു നടന്നു. അവൾ ജന്നലടച്ചേച്ച് കട്ടിലിൽ വന്ന് കിടന്നു. അപ്പോഴും രഞ്ജിത്ത് വണ്ടിയുടെ ഗിയർ ചേഞ്ച് ചെയ്യുന്നത് പോലെ കൂർക്കം വലിച്ചു വിടുന്നുണ്ടായിരുന്നു.